നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ വീണ ടിക്കെതിരെ ഇഡിക്ക് നിർണായക തെളിവുകൾ. ഇൻവോയ്സ് ഇല്ലാതെ വീണ CMRL നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്ന് കണ്ടെത്തൽ. CMRL കള്ളപ്പണം വെളുപ്പിച്ചതിനും തെളിവ്. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ കൈപ്പറ്റിയത് 45 ലക്ഷം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഇഡി ചോദ്യം ചെയ്തേക്കും. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് വൈകുന്നതിൽ ഇടപെട്ട ഗതാഗത മന്ത്രി. മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ തീരുമാനം തിരുത്തി പുതിയ സർക്കുലർ. അടുത്ത 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ട് എണ്ണം 50 ഉയർത്തി. നീതിക്കായുള്ള തങ്ങളുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കുകയും വിമർശിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞ അഭിജിത് ദീപ്കെ. ഏതൊരു പദവിയേക്കാളും വലുത് രാജ്യവും യുവാക്കളുമെന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ പ്രതികരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായാൽ 3 മാസത്തിനകം അന്വേഷണവും വിചാരണയും ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ. പ്രതിപക്ഷം പിന്തുണയ്ക്കും. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 27ാം വാർഷികം സമുചിതമായി ആചരിച്ച രാജ്യം. വിജയാഘോഷ ചടങ്ങുകൾ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കാർഗിലിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ അനുസ്മരിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ ഡിവൈഡറിൽ ഇടിച്ച് ബസ് കാറിന് മുകളിലേക്ക് മറിഞ്ഞു. 1 മരണം, 26 പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. മരിച്ചത് കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചു. 5 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കും. ബസ് അമിത വേഗതയിലായിരുന്നോ എന്ന് പരിശോധിക്കും. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ നിർണായക തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു. ഇൻവോയ്സ് ഇല്ലാതെ വീണ CMRL നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. CMRL കമ്പനി കള്ളപ്പണം വെളുപ്പിച്ചതിനും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കേസിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഇഡി ചോദ്യം ചെയ്തേക്കും. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ വീണ ടി 45 ലക്ഷം രൂപ അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇൻവോയ്സ് നൽകുന്നതിനു മുൻപാണ് പണം കൈമാറിയത്. വീണയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനിയായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണമുണ്ട്. ഈ കമ്പനിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 16.5 ലക്ഷം രൂപ ഇഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. അഡ്ജുക്കേറ്റീവ് അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇഡി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. CMRLന്റെ തട്ടിപ്പ് രീതികളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ചരക്ക് നീക്കത്തിന്റെ ചെലവെന്ന പേരിൽ ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുകയും പിന്നാലെ പണം പിൻവലിച്ച് CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകുകയും ചെയ്യുന്നതാണ് ശശിധരൻ കർത്തയുടെ രീതി. ഇതിന് ട്രാൻസ്പോർട്ടർമാർക്ക് 7% കമ്മീഷനും ലഭിച്ചിരുന്നു. 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ ക്രമക്കേടാണ് CMRL നടത്തിയിട്ടുള്ളത്. CMRL കമ്പനിയിൽ നിന്ന് കർത്തയുടെ കുടുംബസ്ഥാപനമായ നിപുണയിലേക്ക് പണം കൈമാറിയതിനും തെളിവുകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. 90 കോടി രൂപ ഇത്തരത്തിൽ നിപുണയിലേക്ക് മാറ്റിയെന്നാണ് കണ്ടെത്തൽ. കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനും ഇഡി നീക്കം നടത്തുന്നുണ്ട്. വീണയുടെ സ്വത്തുക്കളും കണ്ടുകെട്ടിയേക്കും. അമൃത ന്യൂസ്, കൊച്ചി. സമരം അവസാനിപ്പിച്ചതോടെ ജന്തർ മന്ദിറിലെ വേദി ഒഴിഞ്ഞ് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ. സമരത്തെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ഇതൊരു തുടക്കം മാത്രമാണെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. BJP പ്രവർത്തകർക്ക് ഏതൊരു പദവിയേക്കാളും വലുത് രാജ്യവും യുവാക്കളുമാണെന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതികരിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയോടെ ജന്തർ മന്ദിറിലെ അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ മടങ്ങി. പോലീസും NDMC അധികൃതരും സമരവേദിയും ജന്തർ മന്ദിറിലെ അധിക സുരക്ഷാ ക്രമീകരണങ്ങളും നീക്കം ചെയ്തു. സമരത്തിന് പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും അവരെ സല്യൂട്ട് ചെയ്യുന്നതായും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ഇത് തുടക്കം മാത്രമാണെന്നും കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്നും അഭിജിത്ത് പറഞ്ഞു. I would like to thank each and every supporter of the Cockroach Janata Party spread across India. കോക്രോച്ച് പാർട്ടി മുൻപോട്ട് വെച്ച മറ്റാവശ്യങ്ങളിൽ സർക്കാരുമായി ചർച്ച തുടരും. അതേസമയം BJP പ്രവർത്തകർക്ക് ഏതൊരു പദവിയേക്കാളും വലുത് രാജ്യവും യുവാക്കളുമാണെന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതികരിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത് ഷാ എക്സിൽ കുറിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ജൻസി സമരം വിജയിപ്പിച്ച പ്രേരക ശക്തി ഇന്ത്യ മുന്നണിയെന്ന് മന്ത്രി കെ മുരളീധരൻ. പാറ്റ സമരവും മറ്റ് പല സമരങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. യുവാക്കളുടെ മുന്നേറ്റം അംഗീകരിക്കണം. ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുപ്പക്കാരുടെ മുന്നേറ്റം പല കാലഘട്ടങ്ങളിലും ഭരണത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പഴയകാല സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ വിദ്യാർത്ഥി സമരങ്ങളാണ് പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ഭരണമാറ്റത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പല സമരങ്ങളും വിജയിച്ചുവെങ്കിലും ആ വിജയങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായങ്ങളാണ്. ഞങ്ങൾ ഭരിച്ച കാലത്ത് ഞങ്ങൾക്കെതിരായി ഉണ്ടായ വിദ്യാർത്ഥി സമരങ്ങളിൽ അണ്ണാ ഹസാരയുടെ സമരം ഉൾപ്പെടെ, അദ്ദേഹം വിദ്യാർത്ഥിയല്ല, പ്രായം ചെന്ന ആളായിരുന്നു, അണ്ണാ ഹസാരയുടെ സമരത്തിൽ ഉൾപ്പെടെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ യുവാക്കളുടെ മുന്നേറ്റം അംഗീകരിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയും ഒരു പ്രധാന ഘടകമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഇന്ത്യ സഖ്യം ഒരുമിച്ചാണ് മുന്നേറിയത്. ഇന്ന് പല വാർത്താ ചാനലുകളിലും കണ്ടത് ഇന്ത്യ സഖ്യം ഒന്നായി. അതുകൊണ്ട് ഈ ജൻസിന്റെ സമരമാണ് നടന്നതെങ്കിലും അതിന്റെ ഒരു പ്രേരക ശക്തി, അതായത് തെരുവിൽ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന്റെ ഇമ്പാക്ട് സഭയിലുണ്ടാക്കിയത് ഇന്ത്യ സഖ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത യുവാക്കളുടെ മുന്നേറ്റത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയും ഒരു പ്രധാന ഘടകമാണ്. നരേന്ദ്രമോദി മുട്ടുമടക്കിയെന്ന് KC വേണുഗോപാൽ MP. പ്രധാനമന്ത്രി 2 വീഡിയോ കൊടുത്തല്ലോ എന്നും മൂക്കിന് താഴെ നടന്ന ക്രൂരമായ വിദ്യാർത്ഥി വേട്ടയിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. രാജ്യം ആഗ്രഹിക്കുന്നത് അതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതെന്ന് നാളെ പാർലമെന്റിൽ പറയണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും യുവതയുടെയും അചഞ്ചലമായ പോരാട്ടത്തിനോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പോരാട്ടവും കൂടിയായപ്പോൾ നരേന്ദ്രമോദിക്ക് മുട്ടുമടക്കേണ്ടി വന്നു, പിൻവലിച്ചു. അപ്പോൾ നാളെ ഇനിയിപ്പം അവർ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പരീക്ഷാ രീതികൾ കുറ്റമറ്റതാക്കാനും കുറച്ചുകൂടി സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് വെച്ചുകൊണ്ടുള്ള ബില്ല് കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബില്ലിൻ്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, നാളെ മുതൽ അങ്ങോട്ടുള്ള പാർലമെന്റ് സ്ട്രാറ്റജി എങ്ങനെ തീരുമാനിക്കണം എന്നാലോചിക്കാൻ നാളെ രാവിലെ 9:45 കാർഗേജിയുടെ മുറിയിൽ യോഗം പിടിച്ചിട്ടുണ്ട് പാർലമെന്റിനകത്ത്. അവിടെ വെച്ച് ഞങ്ങൾ എല്ലാ പ്രതിപക്ഷക്കാരുമായിട്ട് ആലോചിച്ച് ഒരു യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമെടുക്കും. ഈ സർക്കാരിനെ ഒരു സംശയവും വേണ്ട, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന്, ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥി സമരം സമാനതകളില്ലാത്ത രീതിയിലാണ് പോലീസ് നേരിട്ടത്, ഡൽഹി പോലീസ്, പട്ടാളം അതുപോലെ CRPF ഒക്കെ ഒന്ന് നേരിട്ടത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പെല്ലറ്റ് ഉപയോഗിച്ചത്? ഏത് രീതിയിലുള്ള ആയുധങ്ങളായിരുന്നു ഉപയോഗിക്കാൻ പറഞ്ഞിരുന്നത്? ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ്? അമിത്ഷായുടെ നിർദ്ദേശം അനുസരിച്ചാണോ? ഈ ഉത്തരം അദ്ദേഹം നാളെ പാർലമെന്റിൽ പറയാൻ ബാധ്യസ്ഥരാണ്. സ്റ്റാർട്ടപ്പ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും രാജ്യത്തിന്റെ യുവാക്കൾ കരുത്തു കാട്ടുകയാണെന്ന് മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിൽ ജീവത്യാഗം ചെയ്ത സൈനികരെയും അദ്ദേഹം അനുസ്മരിച്ചു. എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിലെ സ്കൂളിലെ സംസ്കൃതം ക്ലബിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ പരിചയപ്പെടുത്തി. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിച്ചതും മോദി ചൂണ്ടിക്കാട്ടി. കൈത്തറി മേഖലയെ പരാമർശിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ കുത്താമ്പള്ളി കൈത്തറി കസവ് തുണിത്തരങ്ങളെക്കുറിച്ചും പരാമർശിച്ചു. ऐसे भी होते हैं जो बहुत मायने रखते हैं. मुझे केरलम में एर्नाकुलम के साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहाँ के एक स्कूल में संस्कृत क्लब है. यहाँ के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं. इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है. इसमें संस्कृत के अक्षरों को फुटबॉल में इस्तेमाल होने वाले शब्दों से जोड़कर आसान तरीके से समझाया जाता है. इससे सीखने में आनंद मिलता है, साथ ही खेलों से लोगों का जुड़ाव भी बढ़ता है.
കാർഗിൽ വിജയ് ദിവസിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യത്തിന്റെ ധീരതയുടെ പ്രതീകമാണ് കാർഗിൽ വിജയമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇന്ത്യ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുമ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടത്തി ഭീകരരെ അയക്കുന്ന തിരക്കിലാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം കാർഗിലിൽ സൈന്യം പ്രകടിപ്പിച്ച വീര്യം എന്നെന്നും രാജ്യത്തിന് അഭിമാനമായി നിലനിൽക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. കാർഗിൽ യുദ്ധസ്മാരകത്തിൽ രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ ഓർമ്മയിലാണ് രാജ്യം. വീരമൃത്യു വരിച്ച സൈനികരെ ആദരിച്ചുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ദ്രാസിൽ സൈനികർക്ക് ആദരമർപ്പിച്ചു. കാർഗിൽ യുദ്ധസ്മാരകത്തിന്റെ ഡിജിറ്റൽ പോർട്ടൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. സൈന്യത്തിന്റെ ധീരതയുടെ പ്രതീകമാണ് കാർഗിൽ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുമ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടത്തി ഭീകരരെ അയക്കുന്ന തിരക്കിലാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വയ്ക്കുന്ന പാക് അധിനിവേശ ജമ്മു കശ്മീരിനെ കുറിച്ച് മാത്രമാണ് ഇനി ചർച്ചയെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരതയെയും പാകിസ്ഥാനെയും നമ്മൾ വേർതിരിച്ച് കാണുന്നില്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വ്യക്തമാക്കിയതായും പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി. ऑपरेशन सिंदूर ने यह साफ कर दिया है कि भारत को आतंकवाद के सहारे डराने का सपना देखने वालों का अब अंजाम क्या होगा. भारत पाकिस्तान के हर मिस एडवेंचर का जवाब उसकी कल्पना से कहीं अधिक कठोर तरीके से देने की क्षमता रखता है. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബത്തെ ദ്രാസിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിച്ചു. മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവത്യാഗം ചെയ്ത ധീരന്മാരെ രാജ്യം എന്നും ഓർമ്മിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എക്സിൽ കുറിച്ചു. കാർഗിലിൽ സൈന്യം പ്രകടിപ്പിച്ച വീര്യം എന്നെന്നും രാജ്യത്തിന് അഭിമാനമായി നിലനിൽക്കുമെന്ന് സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. അവരുടെ അചഞ്ചലമായ ദേശസ്നേഹവും സമർപ്പണവും വരും തലമുറകൾക്ക് പ്രചോദനമേകുമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സർക്കാർ രൂപീകരണത്തിന് ശേഷം ചേരുന്ന UDF ഏകോപന സമിതി യോഗത്തിൽ തീരുമാനം കാത്തിരിക്കുന്നത് നിർണായക വിഷയങ്ങളാണ്. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ വീതം വെപ്പാണ് മുഖ്യ അജണ്ടയെങ്കിലും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള അനുമതിയും PM ശ്രീ പദ്ധതിയുടെ ഭാവിയും പ്രധാന ചർച്ചാ വിഷയമാണ്. വ്യാഴാഴ്ച ക്ലിഫ് ഹൗസിലാണ് യോഗം. ഘടകകക്ഷികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് UDF യോഗം ചേരുന്നത്. സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടക്കുന്ന ആദ്യ UDF ഏകോപന സമിതിയിൽ ബോർഡ് കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലെ വീതം വെപ്പാണ് മുഖ്യ അജണ്ട. ബജറ്റിൽ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് അനുമതി നൽകുന്ന കാര്യവും UDF യോഗത്തിൽ പ്രധാന ചർച്ചയാകും. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളിലും കോൺഗ്രസിനുള്ളിലും വ്യത്യസ്ത അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതും യോഗത്തിൽ മുഖ്യ അജണ്ടയാണ്. PM ശ്രീയിൽ പ്രതിപക്ഷമായിരുന്നപ്പോഴേ നിലപാടിൽ നിന്നും സർക്കാർ പിന്മാറിയിരുന്നെങ്കിലും പദ്ധതിയിൽ LDF ഒപ്പിട്ടതിനാൽ ഇത് തുടരേണ്ട സാഹചര്യമാണ്. ഇതുകൂടാതെ സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ നടത്തിപ്പിന്റെ പുരോഗതിയും യോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി VD സതീശൻ UDF ചെയർമാനായതിനു ശേഷം നടക്കുന്ന ആദ്യ യോഗത്തിന് ക്ലിഫ് ഹൗസാണ് വേദിയാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. G. സുധാകരനെതിരായ പ്രതിഷേധം ശരിയല്ലെന്നും അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുധാകരൻ എവിടെ പോയാലും പ്രതിഷേധിക്കുക, കരിങ്കൊടി കാണിക്കുക ഇതൊന്നും ശരിയായ നടപടിയല്ല. ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയെയും അംഗീകരിക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. G. സുധാകരൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA ആണ്. അപ്പോൾ CPM കുറെ കൂടി സഹിഷ്ണുത കാണിക്കണം. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് കരിങ്കൊടി കാണിക്കുക, അദ്ദേഹത്തിനെതിരായി പ്രതിഷേധിക്കുക അതൊന്നും ശരിയായ നടപടിയല്ല. അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ പൂർണ്ണ പിന്തുണ സുധാകരന് ഇക്കാര്യത്തിൽ നൽകുന്നുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ. അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിൽ നിന്ന് CPM പിന്തിരിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. നഗരസഭയിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും പോലീസ് തന്നെ അറിയിച്ചില്ലെന്ന് രമേശ് ചെന്നിത്തലയോട് വേദിയിൽ പരാതി പറഞ്ഞ G. സുധാകരൻ MLA. രമേശ് ചെന്നിത്തലയുടെ പാർട്ടി CPM-മായി കൂട്ടുകെട്ട് നടത്തുന്നത് അവസാനിപ്പിക്കണം. ഇത് അഴിമതിക്കിടയാക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. ബഹുമാനായ രമേശ് ചെന്നിത്തല അവർക്കറിയാമായിരുന്നു വിവരം, അവർ നമ്മളോട് പറഞ്ഞില്ല. അപ്പോൾ പോലീസിന് അറിയാമായിരുന്നു, മുനിസിപ്പൽ ചെയർപേഴ്സൺ അറിയാമായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകർക്കും അറിയാമായിരുന്നു. അപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടി നടക്കുമെന്നുള്ള ഉറപ്പല്ലേ. ഞാൻ പോയത് എത്ര നന്നായി. എൻ്റെ മുഖത്തുകൊണ്ട് ഇപ്പോൾ ഞാൻ കരണക്കുട്ടിക്ക് അടിക്കും, യാതൊരു സംശയവും വേണ്ട. അടിച്ച ശീലം ഞങ്ങളുടെ അതാണ്. ഞാനടിക്കും എൻ്റെ മുഖത്തുകൊണ്ട് പൊക്കാട് പിടിച്ചാൽ. അവനൊന്നും എന്നെ ഒന്നും ചെയ്യത്തുമില്ല. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൗൺസിലറുടെ പ്രസംഗം പ്രതിപക്ഷ നേതാവിൻ്റെ
എത്ര സ്ത്രീകളെ ആ പുള്ളി സംരക്ഷിച്ചെന്നറിയോ പല സ്ഥലത്ത് വെച്ചത്? എൻ്റെ പ്രിയപ്പെട്ട മോളിലേക്ക് അമ്മ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവും. അയാൾ പ്രസവിക്കാൻ അനുവദിച്ചെന്തിനാ അവിടെ? സ്ത്രീകളെ സംരക്ഷിക്കുകയാണ്. ഞാൻ ഒരുത്തിന്ന് വിളിച്ചു, ഒരുത്തിന്ന് വിളിച്ചാൽ കുറ്റമാണ്. ഒരുത്തിന്ന് വിളിച്ചാലേ ഉള്ളൂ, വേറൊന്നും ചെയ്തില്ലല്ലോ. ഒരുത്തിന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ആ പ്രസംഗം അനുവദിച്ചുകൊണ്ട് മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് മറിഞ്ഞ അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവ് മരിച്ചു. പരിക്കേറ്റ 20 പേരിൽ 3 പേരുടെ നില ഗുരുതരം. അപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്വേഷണം തുടങ്ങി. 5 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കും. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് പരിശോധിക്കും. രാവിലെ 10:45 അപകടം. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച ശേഷം തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ സ്വദേശിയായ വൈഷ്ണവ് മരിച്ചു. 20ഓളം പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ വളാഞ്ചേരി, കുറ്റിപ്പുറം, എടപ്പാൾ, കോട്ടക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗതയിലായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വണ്ടി വരുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു. ഹൈവേയില് ഭയങ്കര സ്പീഡിലായിട്ട് വന്നിരുന്നു. ഈ ഭിത്തിൽ തട്ടിയിട്ടു നേരെ ഇതിന് മുകളിലോട്ട് മറിയായിരുന്നു. ഞായറാഴ്ച ആയ കാരണം ആള് കുറവായിരുന്നു. ഇന്ന് അവിടുന്ന് ബമ്പ ഇറക്കം വന്നിട്ട് ഇവിടെ 2ആയി ചുരുങ്ങാണ് റോഡ്. അതില് ഡ്രൈവർ പാനിക്കായിട്ട് സ്റ്റഡൻ ബ്രേക്ക് ഇടുകയാണ്. അതിൽ അവിടെ സംഭവിക്കുന്നതാണ്. ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം നേരത്തെ അപകടത്തിൽപ്പെട്ട് നിർത്തിയിരുന്ന കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. അപകടം നടന്നയുടൻ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനം നടത്തി. അപകട ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം RTOക്ക് റിപ്പോർട്ട് നൽകുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു. CCTV വിഷ്വൽസും കിട്ടി. ഇനി വാഹനത്തിൽ നിന്നുള്ള DVR എടുക്കണം. DVR അത് പോലീസിന്റെ കൈവശമുണ്ട് കുറ്റിപ്പുറത്ത്. അപ്പോൾ അതുകൂടെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ RTO അറിയിക്കും. മലപ്പുറം RTOക്ക് റിപ്പോർട്ട് കൊടുക്കും. ബസിന്റെ അമിത വേഗതയും ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയവുമാണ് അപകടമുണ്ടാക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും കുറ്റിപ്പുറം ദേശീയപാതയിലെ ഈ സാഹചര്യത്തിന് അറുതി ഉണ്ടായേ തീരൂ. ഇല്ലെങ്കിൽ ഇവിടെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കുറ്റിപ്പുറത്ത് നിന്നും ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം TK അരവിന്ദൻ, അമൃത ന്യൂസ്. കുറ്റിപ്പുറം അപകടത്തിൽപ്പെട്ടവരുമായി പോയ ആംബുലൻസ് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ട്രാക്ക് ലഭിക്കാതെ ബ്ലോക്കിൽ കുടുങ്ങി. ആദ്യം രോഗിയുമായി പോയ ആംബുലൻസ് ഡ്രൈവർ ടോൾ പ്ലാസയിൽ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും ആംബുലൻസിനു വേണ്ടി വഴി ഓപ്പണാക്കി നൽകിയില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ ആരോപിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ തീരുമാനം തിരുത്തി പുതിയ സർക്കുലർ. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വൈകുന്നു എന്ന പരാതിയെ തുടർന്നാണ് മാറ്റം. മോട്ടോർ വാഹന വകുപ്പ് മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് അറിയിച്ചു. അടുത്ത 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ട് എണ്ണം 50 ഉയർത്തി. നിരീക്ഷണത്തിന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുപൂർണിമ മഹോത്സവത്തിന്റെ ഭാഗമായി കോട്ടയം ചങ്ങനാശ്ശേരി ശ്രീമാതാ അമൃതാനന്ദമയി മഠത്തിൽ ഗുരുപാദുക പൂജയും ആത്മീയ സംഗമവും നടന്നു. പുലർച്ചെ ആരംഭിച്ച നഗരസങ്കീർത്തനത്തെ തുടർന്ന് നടന്ന ഗുരുപാദുക പൂജയ്ക്ക് മഠാധിപതി സ്വാമിനി നിഷ്ഠാമൃതപ്രാണ നേതൃത്വം നൽകി. തുടർന്ന് സത്സംഗത്തിൽ സ്വാമിനി നിഷ്ഠാമൃതപ്രാണ ഗുരുപൂർണിമ സന്ദേശം നൽകി. സർവേശ്വരി പൂജ, നവഗ്രഹ ഹോമം, ഭജന, മംഗളാരതി, മഹാപ്രസാദ വിതരണം എന്നിവയും നടന്നു. 100 കണക്കിന് ഭക്തർ പൂജകളിലും ചടങ്ങുകളിലും പങ്കെടുത്തു. ബ്രഹ്മചാരിണിമാരായ സ്വപ്ന, പ്രിയ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോട്ടയം പുല്ലരിക്കുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലും ഗുരുപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുഗീത പാരായണം, ഹോമം, ഗുരുപാദുക പൂജ, ഭജൻ എന്നിവയും നടന്നു. ബ്രഹ്മചാരിണി നൈവേദ്യാമൃത ചൈതന്യ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം വഞ്ചിയൂർ പാൽക്കുളങ്ങരയിൽ പട്ടാപ്പകൽ യുവാവിനെ വെട്ടിക്കൊന്നു. ചമ്പക്കട സ്വദേശി വിശാഖാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ പ്രദീപാണ് ആക്രമണം നടത്തിയത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ സഞ്ചരിച്ച കാർ പുലയനാർ കോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. AB ജോൺ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരത്ത് പാൽക്കുളങ്ങരയിലാണ് നാടിന് നടുക്കിയിട്ടുള്ള കൊലപാതകമുണ്ടായത്. പട്ടാപ്പകലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രദീപ് എന്ന് പറയുന്ന ആളാണ് വിശാഖ് എന്ന് പറയുന്ന യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇവർ തമ്മിൽ നേരത്തെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷം ഉണ്ടാവുകയും തുടർന്നത് കൊലപാതകത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്നുള്ളതാണ്
നേരത്തെയും ഈ കൊല്ലപ്പെട്ട വിശാഖ് അത് പ്രദീപിനെ നേരത്തെ കഴിഞ്ഞ ഡിസംബർ 2-ാം തീയതി നടന്ന ഒരു സംഘർഷത്തിനൊടുവിൽ പ്രദീപിനെ കുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം ഈ വിശാഖ് ജയിലിൽ പോകുന്ന നിലയുണ്ടായി. അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ മലയൻകീഴുള്ള വീട്ടിലായിരുന്നു വിശാഖ് നേരത്തെ ഇതിന് ശേഷം താമസിച്ചിരുന്നത്. ഇവിടെ ഈ പാൽക്കുളങ്ങരയുള്ള വീട്ടിലേക്ക് പലപ്പോഴും ഭക്ഷണത്തിനായി വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്നും സമാനമായ രീതിയിൽ ഭക്ഷണത്തിന് വേണ്ടി വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന നിലയുണ്ടായത്. 2 ദിവസം മുമ്പ് പ്രദീപിൻ്റെ അനിയൻ, അതായത് പ്രതിയായിട്ടുള്ള പ്രദീപിൻ്റെ അനിയൻ ഇവിടെ വാഹനം കൊണ്ടുവച്ചപ്പോൾ ആ വാഹനവും തകർക്കുന്ന ഒരു പ്രവൃത്തി ഇത്തരത്തിൽ ഈ കൊല്ലപ്പെട്ട വിശാഖിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതും ഈ ഒരു കൊലപാതകത്തിന് കാരണമാകുന്ന തരത്തിലേക്ക് ഒരു വൈരാഗ്യമായി തന്നെ ഉയർന്നു വരുന്ന സ്ഥിതി ഉണ്ടായി. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ശക്തമായി തന്നെ തുടരുന്ന ഒരു നിലയാണ്. പ്രതികൾ ഇവിടെ നിന്നും ഒരു മാരുതി 800 കാറിലാണ് രക്ഷപ്പെട്ടത്. പ്രദീപിനൊപ്പം, അതായത് ഈ പ്രതിയായിട്ടുള്ള പ്രദീപിനൊപ്പം നിരവധിയായിട്ടുള്ള, അതായത് 3-4 പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നിന്നും പോലീസിന് ഈ കാര്യത്തിൽ വ്യക്തമായിരിക്കുന്നത്. പ്രതികളെ വളരെ വേഗം തന്നെ പിടിക്കുന്നതിനുള്ള ശ്രമം നടന്നു വരികയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലർ, ഈ വാർഡിൻ്റെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇപ്രകാരമാണ്. ഇവർ തമ്മിലുള്ള കുടുംബ വഴക്കാണിത്, അല്ലാതെ ഇപ്പോൾ പാർട്ടിപരമായിട്ടോ അങ്ങനെ ആ ഒരു ബന്ധമില്ല ഇതിന്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവർ എപ്പോഴും ഉള്ളത് ഇവർ തമ്മിൽ ബന്ധുക്കളാണ്. എന്തായാലും നാടിന് നടുക്കിയിട്ടുള്ള ഈ ഒരു സംഭവം അത് പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയും സിനിമകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ നിലയ്ക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിലേക്ക് നടന്നിട്ടുള്ള ഒരു പരിചയം മാത്രമേ ആളുകൾക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്ന ഞെട്ടൽ അത് വളരെ വലുതാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളും പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിന്റെ മാനസിക സമ്മർദ്ദത്തിലാണ് മകൾ ജീവനൊടുക്കിയതെന്ന വെളിപ്പെടുത്തലുമായി കാസർകോട്ടെ ഒരമ്മ. പള്ളിക്കര കാരക്കുന്നിലെ ഐജ മരിച്ചതിന്റെ തീരാവേദനയിലാണ് അമ്മ രാധിക. 1 വർഷം കൊണ്ട് പഠിച്ചത് ഇനി 1 മാസത്തിനകം പഠിക്കാൻ കഴിയില്ലെന്ന് ഐജ പറഞ്ഞത് ഓർത്ത് രാധിക വിതുമ്പി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത് വലിയ വാർത്തയായി രാജ്യമെങ്ങും ചർച്ചയാകുന്നതിനിടയിൽ പരീക്ഷാ ക്രമക്കേട് കാരണം മകൾ ജീവനൊടുക്കിയതോർത്ത് തീരാ ദുഃഖത്തോടെ കഴിയുകയാണ് പള്ളിക്കര കാരക്കുന്നിലെ കാദംബരി വീട്ടിൽ രാധിക. ആദ്യ പരീക്ഷ നന്നായി എഴുതിയ രാധികയുടെ മകൾ ഐജ ക്രമക്കേട് കാരണം നീറ്റ് പരീക്ഷ റദ്ദാക്കിയതോടെ വീണ്ടും പരിശീലനത്തിനായി കോട്ടയം പാലായിലെ കോച്ചിംഗ് സെന്ററിലേക്ക് പോയിരുന്നു. തുടർന്ന് ജൂൺ 2-ന് ഹോസ്റ്റലിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് തൊട്ടടുത്ത ദിവസം മരണപ്പെടുകയായിരുന്നു. വീണ്ടും പഠിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ഐജ രാധികയ്ക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. 1 വർഷം പഠിച്ചത് ഇനി 1 മാസം കൊണ്ട് പഠിക്കാൻ കഴിയില്ലെന്ന് ഐജ പറഞ്ഞതോർത്ത് രാധിക വിതുമ്പി. റദ്ദാക്കിയ ദിവസം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അന്ന് ഫുഡൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആക്കി എടുത്തതാണ്. പിന്നെ കുറെ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്രാവശ്യം കിട്ടിയിട്ടെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം നോക്കാം നമുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ 1 വർഷം പഠിച്ചത് ഇനി 1 മാസം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. 1 വർഷമാണ് ഇതെടുത്തിട്ട് ഞാൻ പഠിച്ചത്, പിന്നെ 1 മാസമേ ഉള്ളൂ, അപ്പോൾ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കുട്ടിക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ നടന്ന സമരം വിജയിച്ചതിൽ സംതൃപ്തയാണോ എന്ന ചോദ്യത്തിന് രാധികയുടെ മറുപടി ഇങ്ങനെ: ഇത്രയും ആൾക്കാർ അവിടെ പോയി കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ശ്രമിച്ചില്ലേ, അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. പരിപൂർണമായിട്ട് ലഭിച്ചു എന്ന് തോന്നണമെങ്കിൽ ഇനി ഒരു കുട്ടിക്ക് ഇത് വരാതിരിക്കണം, മാത്രമേ എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂ. ഇനിയുള്ള എക്സാമിലും ഒരു കുട്ടിയെങ്കിലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കണ്ടേ. കാസർഗോഡ് പെരിയ ജവഹർ നവോദയയിൽ നിന്ന് 80% മാർക്ക് നേടിയാണ് മരിച്ച ഐജ +2 പാസ്സായിരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. തൂഫാൻ ക്യാമ്പയിന്റെ ഭാഗമായി കൊല്ലം പേരൂർ അമൃത വിദ്യാലയത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ജീവിതത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ സന്ദേശങ്ങളും നൽകി. ആരോഗ്യവും ഉത്തരവാദിത്വമുള്ള ഒരു നല്ല തലമുറയെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്.
കോഴിക്കോട് വടകര MDMA കേസിൽ അധ്യാപികമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്ത്. ലഹരി സംഘം സാമ്പത്തിക ഇടപാടുകൾക്കായി സ്ത്രീകളെ മറയാക്കിയെന്നാണ് പോലീസിന്റെ പ്രധാന കണ്ടെത്തൽ. കേസിൽ പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ K. കാവ്യ, സ്പെഷ്യലിസ്റ്റ് അധ്യാപിക കീർത്തന എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന മറ്റൊരു അധ്യാപികയും ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ജൂലൈ 12-നാണ് പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും മുൻ കായിക താരവുമായ മരുതോങ്കര സ്വദേശിനി KC കീർത്തനയെ MDMA ഇടപാട് നിയന്ത്രിച്ചതിനും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിനും വടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. BRCക്ക് കീഴിൽ വർഷങ്ങളായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു കീർത്തന. അധ്യാപിക എന്ന സൽപ്പേര് മറയാക്കിയാണ് ലഹരി വ്യാപാരത്തിന് ഇറങ്ങിയതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സഹപ്രവർത്തകയും BRC എഡ്യൂക്കേറ്ററുമായ കൂരാച്ചുണ്ട് സ്വദേശിനി കാവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. KC കീർത്തന പേരാമ്പ്ര BRCക്ക് കീഴിലെ താൽക്കാലിക കായിക അധ്യാപികയായിരുന്നു. വിവിധ സ്കൂളുകളിൽ പല ദിവസങ്ങളിലായി എത്തി കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന രീതിയായിരുന്നു കീർത്തന. ഇത് മറയാക്കിയായിരുന്നു ലഹരി വിൽപ്പനയും. കീർത്തന അറസ്റ്റിലായതിനു പിറകെ ഇവരെ സർവീസിൽ നിന്ന് നീക്കാൻ സമഗ്ര ശിക്ഷ സംസ്ഥാന കോർഡിനേറ്റർ ഉത്തരവിറക്കിയിരുന്നു. MA സൈക്കോളജിസ്റ്റ് കഴിഞ്ഞ കാവ്യ BRCക്ക് കീഴിലെ ചെറുവാളൂർ സർക്കാർ LP സ്കൂളിനോട് ചേർന്നുള്ള ഓട്ടിസം സ്കൂളിലെ അധ്യാപികയായിരുന്നു. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു കാവ്യയ്ക്ക് ജോലിയുണ്ടായിരുന്നത്. അധ്യാപികമാരെ ഇടനിലക്കാരാക്കി അവരുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങുന്നതായിരുന്നു രീതി. 2000 രൂപ വീതം അയച്ചു നൽകിയാൽ ലഹരി ഒളിപ്പിച്ചു വെച്ച ലൊക്കേഷൻ ഇവർ പണം അയച്ചു നൽകിയ ആൾക്ക് കൈമാറും. ലൊക്കേഷനിലെത്തുന്നവർക്ക് സംഘത്തിലെ മറ്റൊരാൾ ലഹരി മരുന്ന് കൈമാറും. ഇങ്ങനെ ലഭിക്കുന്ന പണം വൻ തുകയാവുന്നതോടെ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് കീർത്തന മാറ്റും. ലഹരി ഉപയോഗിക്കുന്നവരുമായി ബന്ധമില്ലെങ്കിലും വൻകിട ഇടപാടുകാരുമായി കീർത്തനയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് വടകര പോലീസ് റിസ്വാൻ എന്നയാളെ MDMAയുമായി പിടികൂടിയതോടെയാണ് അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ചുള്ള സൂചന കിട്ടിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. രാവിലെ 10:30 എത്തിയ ജസ്റ്റിസ് ആശുപത്രിയിലെ മുഴുവൻ വാർഡുകളും സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. ആശുപത്രിയിൽ കുറെ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടെന്നും ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. രാവിലെ 10:30 ആശുപത്രിയിലെത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആശുപത്രിയിലെ എല്ലാ വാർഡുകളും സന്ദർശിച്ച വിശകലനം ചെയ്തു. ആശുപത്രിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നും സന്ദർശനത്തിന് ശേഷം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതികരിച്ചു. മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ മുൻവശത്തെ ഗേറ്റ് പൊളിച്ചു മാറ്റണമെന്നും ജസ്റ്റിസ് നിർദ്ദേശിച്ചു. ഏതായാലും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ഉറപ്പാണ്. സോ ലെറ്റ് us see what happens. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. we'll see whatever is possible we'll do. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് ബസന്ത് ബാലാജി, അമിക്കസ് ക്യൂരി തുടങ്ങിയവരടങ്ങിയ സംഘമാണ് തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചത്. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് തൃശൂരിലും സന്ദർശനം നടത്തിയത്. അമൃത ന്യൂസ്, തൃശൂർ. ഇടുക്കിയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ രോഗം പടരുന്നത് ആശങ്ക ഉയർത്തുന്നു. കാഞ്ചിയാറിൽ കഴിഞ്ഞ ദിവസം മരിച്ച ജാർഖണ്ഡ് സ്വദേശിനിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഈ വർഷം 277 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇടുക്കി ജില്ലയിൽ അതിഥി തൊഴിലാളികൾ കൂടുതൽ താമസിക്കുന്ന ഇടങ്ങളിലാണ് മലേറിയ പടർന്നു പിടിക്കുന്നത്. ഈ വർഷം ഇതുവരെ 277 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 3 പേർ ചികിത്സ തേടാതെ ആശുപത്രിയിൽ നിന്ന് പോയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കാഞ്ചിയാറിൽ മരിച്ച ജാർഖണ്ഡ് സ്വദേശിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചു. മരിച്ച യുവതിക്ക് മലേറിയ ബാധിച്ചിരുന്നോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ വ്യക്തമാകൂ. രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പ്രദേശങ്ങളിലെ മുഴുവൻ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ വീടുകളിലും ഫീവർ സർവേ നടത്തി, പനി സർവേ നടത്തി, ഉറവിടാശീകരണ സോഷ്യലൈസേഷൻ നടത്തി. അതുപോലെ IRS ഇൻസെക്ടിസൈഡൽ റെസിഡ്യൽ സ്പ്രേ വീടിനകത്ത് കൊതുക് വന്ന് മറ്റ് പകരാനുള്ള സാധ്യത ഒഴിവാക്കാനുള്ള ലക്ഷ്യത്തോടെ IRS നടത്തി. അതുപോലെ അതിൻ്റെ കൂടെ ആ രോഗിയുടെ കൂടെ താമസിച്ചിരുന്ന 4 മുറികളിലായിട്ട് 5-8 പേര് താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കോൺടാക്ട് സ്മിയർ, അവർക്ക് അസുഖം ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കോൺടാക്ട് സ്മിയർ എടുത്തു. ഇത്രയും പ്രതിരോധ പ്രവർത്തനങ്ങളും ആളുകൾക്ക് വേണ്ട ബോധവൽക്കരണ കാര്യങ്ങളുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ പണിക്കെത്തുന്ന തൊഴിലാളികളുടെ കൃത്യമായ വിവരം ആരോഗ്യവകുപ്പിന്റെ പക്കലില്ല. ഇതുമൂലം രോഗപരിശോധനയ്ക്കോ ചികിത്സ നൽകുന്നതിനോ പലപ്പോഴും കഴിയാറില്ല. മലേറിയയ്ക്ക് പുറമെ മന്ത് പോലെയുള്ള രോഗങ്ങളും അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുമ്പോൾ തന്നെ രോഗപരിശോധന കർശനമാക്കിയില്ലെങ്കിൽ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത കൂടുതലാണ്. ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് ഒരു വകുപ്പിനുമില്ല. ആരോഗ്യവകുപ്പ് നേരിടുന്ന പ്രധാന വെല്ലുവിളിയും ഇതുതന്നെയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.